നമസ്കാരം, ഞാൻ അജിമോൻ എസ്. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റോറിയാണ്. ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ സിംഹത്തിനെ നമുക്കറിയാം, കാട്ടിലെ രാജാവാണ് സിംഹം. സിംഹത്തിനെ എല്ലാവർക്കും പേടിയാണ്, കാരണം ഇത് ആക്രമിക്കും എന്നുള്ളതാണ്. വേറൊരു ജീവിയാണ് കുറുക്കൻ എന്ന് പറയുന്നത്. ഈ കുറുക്കൻ അത്ര പ്രശ്നക്കാരനല്ല, എങ്കിലും അവൻ കൗശലക്കാരനാണ്. സിംഹത്തിനെ അപേക്ഷിച്ച് ഇദ്ദേഹം ഒരു കൗശലക്കാരനാണ്. ഒരു ദിവസം ഇങ്ങനെ കാട്ടിൽ സിംഹം ഇങ്ങനെ വിശന്ന് നടക്കുകയാണ്, കാരണം കഴിക്കാനൊന്നുമില്ല. ഭക്ഷണക്ഷാമം വന്നപ്പോൾ സിംഹം ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്, ഭക്ഷണം കിട്ടാനില്ല. അദ്ദേഹത്തിൻ്റെ ബുദ്ധി തോന്നി നേരെ കുറുക്കനെ വിളിപ്പിച്ചു. കാരണം കുറുക്കനെ രക്ഷിക്കാമെന്ന് വിചാരിച്ചു. കുറുക്കനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, എനിക്ക് ഭക്ഷണം ആവശ്യം. ഈ കുറുക്കൻ നമ്മുടെ സിംഹരാജാവിനോട് പറഞ്ഞു, ഞാനൊരു നല്ല തടിച്ചു കൊഴുത്ത ഒരു കഴുത എവിടെ ഉണ്ട്, ആ കഴുതയെ പോയി ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. ഈ കഴുതയും സിംഹവും കുറുക്കനും ഒക്കെ കഥാപാത്രങ്ങൾ മാത്രമാണ്. യാതൊരു കാരണവശാലും മറ്റുള്ളവരുമായിട്ട് സാമ്യം ഉള്ളതല്ല, ഒരു കഥ മാത്രമാണ്. ഈ കുറുക്കൻ പോയി നമ്മുടെ കഴുതയോട് പറഞ്ഞു, നിന്നെ രാജാവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ സിംഹം, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് സിംഹത്തിൻ്റെ അടുത്തേക്ക് എത്താം. ഇപ്പോഴേ കഴുതയ്ക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കഴുത ഈ കുറുക്കനോടൊപ്പം നേരെ സിംഹത്തിൻ്റെ അടുത്തേക്ക് പോയി. ചെന്നപാട് സിംഹം ചാടി വീണ്, വിശന്നിരിക്കല്ല നമുക്കറിയാലോ, ചാടി വീണ് ഈ കഴുതയുടെ രണ്ട് ചെവി കടിച്ചങ്ങടിച്ചു. കഴുത ജീവനും കൊണ്ട് ഓടി നേരെ കുറുക്കൻ്റെ അടുത്തെത്തി. നീ എന്നെ രാജാവാക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് എൻ്റെ രണ്ട് ചെവിയും ആ സിംഹം കടിച്ചെടുത്തു. ഈ സിംഹം വിശപ്പ് കൊണ്ടാണ് കടിച്ചെടുത്തത്. ഈ കുറുക്കൻ ഈ പരാതി കേട്ടതിന് ശേഷം കുറുക്കൻ പറഞ്ഞു, എടാ, നിനക്ക് കിരീടം വെക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ചെവി തടസ്സമായിരിക്കുന്നുണ്ട്, അത് ഒന്ന് ശരിയാക്കി വെച്ചതാണ്, നിനക്കത് മനസ്സിലായില്ല. ഇപ്പോൾ അടുത്ത് നിന്നെ രാജാവാക്കാനുള്ള പരിപാടികളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്. പാവം നമ്മുടെ കഴുതിക്ക് അതൊന്നും മനസ്സിലായില്ല. കുറുക്കൻ പറഞ്ഞതനുസരിച്ച് കുറുക്കൻ പറഞ്ഞു, നമുക്കൊന്നുകൂടെ പോവാം, പോയിട്ട് ബാക്കി കാര്യങ്ങളോട് ചെയ്തു തീർക്കാനുണ്ടാവും. അപ്പോൾ ഈ കഴുത ഈ കുറുക്കനോടൊപ്പം പോയി. അവിടെ ചെന്നപ്പോൾ സിംഹം ചാടി വീണിൻ്റെ വാല് കടിച്ചെന്നെടുത്തു. ഈ കഴുതയ്ക്ക് ദേഷ്യം വന്നു, സങ്കടവും വന്നു, വാല് പോയി. അതിൻ്റെ ജീവനോടുള്ള ആ ഒരു കൊതി കൊണ്ട് ഓടി വീണ്ടും കുറുക്കൻ്റെ അടുത്തെത്തി. ഇവിടെയുള്ള കുറുക്കന്മാരുണ്ട്. ഈ കുറുക്കൻ്റെ അടുത്തെത്തി കാര്യം പറഞ്ഞു. കുറുക്കൻ പറഞ്ഞു, എടാ മണ്ട, നിൻ്റെ ചെവി എടുത്ത് എന്തിനാ? കിരീടം വയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ? നിൻ്റെ വാല് കടിച്ചെടുത്ത് എന്തിനാ? നിനക്ക് സിംഹാസനത്തിൽ ഇരിക്കണ്ടേ? നീ രാജാവല്ലേ? രാജാവ് സിംഹാസനത്തിലല്ലേ ഇരിക്കാൻ? ഇവിടെ ഇരിക്കാൻ എന്താ വേണം? അപ്പോൾ അതിനുള്ള സംവിധാനം വേണം. നിൻ്റെ വാലിന് തടസ്സമാണ്, അതുകൊണ്ടാണ് അതിനെ മാറ്റിയത്. ഇനിയിപ്പോൾ അടുത്ത് പട്ടാഭിഷേകമാണ് നടക്കാൻ പോകുന്നത്, അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഈ കഴുതയെ കൊണ്ട് ഈ സിംഹത്തിൻ്റെ അടുത്ത്. ഈ കഴുതയ്ക്ക് 2 പ്രാവശ്യം മനസ്സിലായില്ല. വീണ്ടും അടുത്തെത്തി. സിംഹം ചാടി വീണ് ഈ കഴുതയെ അടിച്ചു കൊന്നു. അതിനുശേഷം നമ്മുടെ കുറുക്കനെ വിളിച്ച് പറഞ്ഞു, നീ പോയി നിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റി, തൊലിയൊക്കെ വിരിച്ച് അതിൻ്റെ തലയൊട്ടി പൊട്ടിച്ച് അതിൻ്റെ തലച്ചോറ് എടുത്തുകൊണ്ട് വരണം. ഈ കുറുക്കൻ ഈ കഴുതയും കൊണ്ടുപോയി അതിൻ്റെ തലച്ചോറ് എടുത്തുകൊണ്ട് കഴിച്ചു. ഇത് കുറുക്കൻ തന്നെ അങ്ങ് കഴിച്ചു, കാരണം ബുദ്ധിശാലിയാണ് കുറുക്കൻ ഈ തലച്ചോറ് വളരെ സന്തോഷപൂർവ്വം കഴിച്ചു. എന്നിട്ട് രാജാവിൻ്റെ അടുത്ത് ഈ കഴുതയുടെ മാംസം കൊണ്ടുവന്നു. രാജാവ് ചോദിച്ചു, എൻ്റെ തലച്ചോറ് എവിടെ ഇനി? ഈ കുറുക്കൻ പറഞ്ഞു, മഹാരാജാവേ, ഈ കഴുതയ്ക്ക് തലച്ചോറുണ്ടെങ്കിൽ ഞാൻ വിളിച്ച സമയത്തൊക്കെ ഇറങ്ങി വരുമോ? 3 പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ചിട്ട് അവൻ വന്നില്ലേ? 2 പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ചിട്ട് അവൻ വന്നു, കാരണം അവന് തലച്ചോറില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഒരു രാജാവിന് കാര്യം മനസ്സിലായി, തലച്ചോറില്ലാത്തതുകൊണ്ടാണ്. ഇതുപോലെ പല ആൾക്കാരും നമ്മളെ പല പല ഘട്ടങ്ങളിൽ കൊണ്ട് വിഷമസന്ധികളിൽ കൊണ്ടാക്കും. അപ്പോഴെങ്കിലും നമ്മളതിനെ പാഠം കണ്ടുപഠിക്കണം. വീണ്ടും കൊണ്ട് തല വയ്ക്കരുത്. ഈ കൊണ്ടുപോണ ആൾ തന്നെ നമ്മളെ ഉപയോഗിക്കും എന്നുള്ളതാണ്.
അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ സ്വയമേ ചിന്തിക്കാൻ പഠിക്കുക, നന്നായി ചിന്തിക്കുക, കുടുംബമായിരുന്ന് ആലോചിക്കുക, തീരുമാനങ്ങളെടുക്കുക. ഒരിക്കലും വേറൊരാളുടെ തീരുമാനങ്ങൾക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കരുത്. ഈ സമയങ്ങളിൽ ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഇടുന്നു, ചിന്തിച്ച് പ്രവർത്തിക്കും.